നമസ്തേ. വി ആർ ഹിയർ നോട്ട് ടു പ്രൂവ് ബട്ട് ടു ഇംപ്രൂവ് എന്ന് ഞാൻ പറയുകയാണ്. നമ്മളിവിടെ ആയിരിക്കുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അതിനപ്പുറത്തേക്ക് സ്വയം ഇംപ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ എല്ലാ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ കേൾക്കുന്നത് നമ്മുടെ ബുദ്ധിയെ എങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ എങ്ങനെ നിലയ്ക്ക് നിർത്താം, നമ്മുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് എങ്ങനെ മനസ്സിനെ ബാലൻസ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇവിടെ സംസാരിക്കുന്നത് മനസ്സിനും ബുദ്ധിക്കും അപ്പുറത്തേക്ക് മറ്റുള്ള തലങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതായത് ഡീപ്പറായിട്ടുള്ള, ചിലപ്പോൾ അത് ബുദ്ധിയുടെ തന്നെ ആഴത്തിലുള്ള തലങ്ങളായിരിക്കാം, മനസ്സിൻ്റെ തന്നെ ആഴത്തിലുള്ള തലങ്ങളായിരിക്കാം. കാരണം കൂടുതൽ ആഴങ്ങളിലാണ് എല്ലാത്തിൻ്റെയും ഫൗണ്ടേഷൻ കിടക്കുന്നത്. ആ ആഴങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങളെ കാണാനായിട്ട് സാധിക്കുകയാണ്. വിശാലമായിട്ടുള്ള ലോകത്തിൻ്റെ സ്പിരിറ്റ് വേൾഡിലേക്ക് നമ്മൾ ഊളിയിട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എൻ്റെ വഴി എന്ന് പറയുന്നത് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. എൻ്റെ വഴി എന്ന് പറയുന്നത് എൻ്റേതായിട്ടുള്ളൊരു വഴിയാണ്. എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. ഞാൻ കേൾക്കുന്നതായിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോളജ് ഞാൻ പ്രോസസ്സ് ചെയ്തിട്ട് എനിക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെയുള്ളത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പല പരസ്യങ്ങളിലൊക്കെ കാണാറുണ്ട്, ഈ ആപ്പ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും സഹായകമാണ്, അല്ലെങ്കിൽ ഈ ഉപകരണം, ഈ മൊബൈൽ ഫോൺ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാണ്. അങ്ങനെയുള്ള കമ്പാനിയൻ എന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഭൗതികമായിട്ടുള്ള ലോകത്തിലെ ഈ പറയുന്ന ഒരു മൊബൈൽ നെറ്റ്വർക്ക്, അല്ലെ പട്ടിക്കുട്ടിയെ പോലെ പുറകെ നടക്കുന്നതായിട്ടുള്ള നെറ്റ്വർക്ക് കണക്ഷനും അപ്പുറത്തേക്ക് നമ്മുടെ ഉള്ളിലൂടെ പോകുന്നതായിട്ടുള്ള വലിയൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ള സത്യം ഭൗതികമായിട്ടുള്ള ലോകത്തേക്ക് നമ്മളിങ്ങനെ കണ്ണുകൾ പുറത്തേക്ക് തുറന്നു വെച്ച് നോക്കുന്ന സമയത്ത് മറന്നു പോവുകയാണ്. ഞാൻ പറയുകയാണ്, ഈ പുറത്തേക്ക് നോക്കുന്നതായിട്ടുള്ള കണ്ണുകൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ കണ്ണുകളുടെ ബിറ്റ്വീൻ ഉള്ളതായിട്ടുള്ള സാങ്കല്പികമായിട്ടുള്ള നമ്മുടെ മൂന്നാമത്തെ കണ്ണ് എന്ന് പറയുന്നതായിട്ടുള്ള അവസ്ഥ, നമ്മുടെ തേടൈ എന്ന് പറയുന്നതായിട്ടുള്ള അവസ്ഥ. അതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും ഈ ഭൗതിക ലോകത്തിൻ്റെ കണ്ടീഷനിങ്ങിൽ പെട്ടുപോയിട്ടുള്ള ഒരു ആത്മാവിനെ. പല സമയത്തും നമ്മൾ പുറത്ത് കാണിക്കുന്നതായിട്ടുള്ള വ്യക്തിയല്ല ഉള്ളിൽ എന്നുള്ളതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, നമ്മളെങ്ങനെ ജീവിക്കണമെന്നുള്ള നമ്മുടെ വീക്ഷണങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിച്ചമർത്തി വെച്ചിട്ട് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ പോലെയുള്ള നമ്മുടെ ആത്മാവിനെ, ഒരു ഇന്നർ ചൈൽഡിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. പലപ്പോഴും അതിന് ആഗ്രഹങ്ങളുണ്ട്, അതിന് വിഷനുണ്ട്, അതിന് വിശാലമായിട്ടുള്ള ലോകത്തേക്ക് പറന്നുയരാനും എല്ലാവരാലും അറിയപ്പെടാനും അംഗീകരിക്കപ്പെടാനും ഉള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഭൗതികമായിട്ടുള്ള ലോകം പറയുകയാണ്, നമ്മളെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനേ സാധിക്കൂ, ഇങ്ങനെ ചെയ്യാനേ സാധിക്കൂ, മറ്റുള്ളവരെന്ത് വിചാരിക്കും. അതുകൊണ്ട് ഈ സമൂഹത്തിൻ്റെതായിട്ടുള്ള ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ പോവുക എന്ന് പറയുമ്പം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവിനെ ഒരു ജയിലിൽ അടച്ച പോലത്തെ ഒരു അവസ്ഥയാണ്, ഒരു കൂട്ടിൽ അടയ്ക്കപ്പെട്ടതായിട്ടുള്ള ഒരു പക്ഷിയുടെ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ഒരു കൂട്, ആ കൂട്ടിൽ അടയ്ക്കപ്പെട്ടതായിട്ടുള്ള ഒരു പക്ഷിയുടെ പോലെ ആത്മാവും പേറി നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പക്ഷിക്ക് യഥാർത്ഥത്തിൽ ദിശയറിയാം. ആ പക്ഷിക്ക് കാർഡ് എടുത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള സത്യം ഏതാണെന്ന് നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. നമ്മൾ ആ പക്ഷി പറയുന്നത് എന്താണ് എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി. ആ പക്ഷി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ അന്തർജ്ഞാനമാണ്. നമ്മുടെ ആത്മാവിൻ്റെ സ്വരം എന്നാണ് ഞാൻ ഈ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ അന്തർജ്ഞാനത്തിനെ വിളിക്കുന്നത്. അത് സൈക്കോളജിയിൽ പറയുന്നതായിട്ടുള്ള ജസ്റ്റ് മിയർ ആഹാ എക്സ്പീരിയൻസ് മാത്രമല്ല, ഇൻസൈറ്റ് ലേണിംഗ് മാത്രമല്ല, അതിനപ്പുറത്തേക്കും ഡീപ്പറായിട്ടുള്ള ലെവലിൽ നമ്മളെ സദാസമയം ആക്റ്റീവായിട്ട് നിന്നുകൊണ്ട് നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മളെ സഹായിക്കുകയും ഗൈഡ് ചെയ്യുകയും ചെയ്യുന്നതായിട്ടുള്ള നമ്മുടെ ആഴത്തിലുള്ള ഒരു ഭാവം എന്ന് ഞാൻ അതിനെ പറയുകയാണ്, ഒരു ഫീലിംഗ് എന്ന് പറയുകയാണ്. ഇറ്റ് ഗീവ്സ് ആൻ എക്സ്പീരിയൻസ് എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അതിന് മുൻപിൽ കാണിച്ചു തരാനായിട്ട് സാധിക്കില്ല, ബട്ട് നമുക്ക് ആ എക്സ്പീരിയൻസിലേക്ക് ഇറങ്ങി പോകാനായിട്ട് സാധിക്കും. നമ്മളതിനെ കൂടുതൽ ശ്രവിക്കുന്നതിനനുസരിച്ച് അത് കൂടുതൽ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ ആഴത്തിൽ കേൾക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് എന്നുള്ളത് എനിക്കറിയാവുന്ന കാര്യമാണ്. അവർ കൂടുതൽ ആഴത്തിൽ കേൾക്കുന്ന സമയത്ത് അവർക്ക് കൂടുതൽ ആഴത്തിൽ അറിയാനായിട്ട് സാധിക്കുകയാണ്, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കേട്ടു പോകുന്നതിനപ്പുറത്തേക്ക്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. അതായത് നമ്മൾ ഒരുമിച്ചായിരിക്കാനുള്ള കാരണം അതാണ്, ഈ ആഴത്തിലേക്ക് പോകാനുള്ള മനുഷ്യൻ്റെ മനസ്സിൻ്റെ ദാഹം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ സ്പിരിറ്റ് വേൾഡിൽ നമ്മൾ ആഴത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഇൻറ്റ്യൂഷൻ, അന്തർജ്ഞാനം വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മളെ ഗൈഡ് ചെയ്യും. നമ്മളതിനെ ശ്രവിക്കാനായിട്ട് തയ്യാറാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമുക്കൊരു സാധാരണക്കാരനായിട്ട് ജീവിക്കേണ്ട അവസ്ഥ വരുന്നില്ല. അതായത് നമ്മളുടെ ജീവിതത്തിൽ രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ സാധാരണക്കാരനായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ നമ്മൾ അസാധാരണക്കാരനായിട്ട് ജീവിക്കുക. സാധാരണക്കാരനായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. മതത്തിൽ വിശ്വസിക്കുക, ജോലി ചെയ്യുക, മുന്നോട്ട് പോവുക, ഭൗതികമായിട്ടുള്ള ലോകത്തിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം മുന്നോട്ട് പോവുക. എന്നാൽ അസാധാരണത്വം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആഴത്തിലുള്ള ആത്മീയ തലങ്ങളെ അന്വേഷിക്കുകയാണ്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ സമൂഹത്തിൽ ചിലപ്പം വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയായി പോകും. ചിലപ്പം നമ്മളെ ഒരു ഭ്രാന്തൻ എന്ന് വിളിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള ക്രൈസി ആയിട്ടുള്ള വഴികളിൽ കൂടെ നമ്മൾ നടക്കുന്ന
പോകുന്ന സമയത്ത് സിനിമയിലൊക്കെ പറയുന്നത് പോലെ മറ്റ് മനഃശാസ്ത്രജ്ഞന്മാരൊന്നും നടക്കാത്ത വഴികളിലൂടെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ആളുകൾക്ക് നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്നൊക്കെ ചിലപ്പോൾ തോന്നിയെന്ന് വരാം. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജ്ഞാനി എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് ഒറ്റയ്ക്കാണ് കാണാനായിട്ട് സാധിക്കുക, അല്ലാതെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലല്ല. വയസ്സായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് വിജ്ഞാനത്തിൻ്റെയും അപ്പുറത്തുള്ള ഒരു സംഗതിയാണ്. ജ്ഞാനവും വിജ്ഞാനവും രണ്ടും രണ്ടാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം നമുക്ക് ഈ ജ്ഞാനം നൽകുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ഇൻസൈറ്റ്സ് നൽകുന്നത്, നീ നാളെ ഇങ്ങനെ പോയി അങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു ഫീലിങ്ങിൻ്റെ ഒരു പുഷാണ് നമുക്ക് ലഭിക്കുന്നത്. ആ പുഷിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളെ ചിലതിലേക്ക് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. നമ്മളവിടെ എത്തിപ്പെട്ട് നമ്മൾ മുന്നിൽ ഭൗതിക ലോകത്തിലുള്ള നമ്മുടെ സഹായ ഹസ്തങ്ങളെ നമ്മൾ കണ്ട് നമ്മളവിടെ കൈ കൊടുക്കുകയാണ്. ഇതിലേക്കൊക്കെ നമ്മളെ എത്തിക്കുന്നതായിട്ടുള്ള ഈ ആഴത്തിലുള്ള ഈ ആത്മാവിൻ്റെ സ്വരം എന്ന് പറയുന്നതായിട്ടുള്ള ഇൻഡ്യൂഷൻ ശ്രവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പം നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ കാണാനായിട്ട് നമ്മുടെ ഇൻഡ്യൂഷൻ നമ്മളെ സഹായിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഇന്ന് പല ആളുകളും ആളുകളുടെ സംസാരത്തിൽ വീഴുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ ചുറ്റിനുള്ള ഒരു 3-4 പേരെ എടുത്തു നോക്കുക, നിങ്ങളുടെ കുടുംബക്കാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ എടുത്തു നോക്കുക. അപ്പോൾ ചിലപ്പോൾ അവർക്ക് നേരെ കാര്യം പറയുന്ന ആൾക്കാരെ ഇഷ്ടം ഉണ്ടാവില്ല, അല്പം റഫായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല. അവർക്ക് കൂടുതൽ ഇഷ്ടം ആരെയാണ്? വളരെ ശാന്തമായിട്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആൾക്കാരെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ശാന്തമായിട്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നല്ലതല്ലേ? നല്ലതാണ് എപ്പോൾ? അത് ജെനുവിനായിട്ടുള്ള സമയത്ത്. ചില വ്യക്തികളുണ്ട് ശാന്തത അഭിനയിക്കും, ഉള്ളിൽ വളരെ കലങ്ങി മറയുന്നതായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകുക. അഗ്നിപർവ്വതത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ഉള്ളിൽ തിളച്ചു മറിയുന്ന ലാവ ഉണ്ടെന്നൊക്കെ പറയാറുണ്ടല്ലോ, അതുപോലെ ആയിരിക്കും മനസ്സ്. അസൂയ, പക, വിദ്വേഷം, തകർക്കാനുള്ള ആഗ്രഹമായിരിക്കും. പക്ഷെ പുറമെ ഭയങ്കര ശാന്തതയാണ്. ഇത് യഥാർത്ഥ ശാന്തതയല്ല. അതുപോലെ തന്നെ വെച്ചു പിടിപ്പിച്ചതായിട്ടുള്ള ചിരിയുള്ള ആൾക്കാരുണ്ട്, ഉള്ളിൽ നിന്ന് വരുന്ന ചിരിയല്ല. നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. ഈ വെച്ച് പിടിപ്പിച്ച ചിരി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് മെക്കാനിക്കലാണ്. നമ്മുടെ ഫേഷ്യൽ മസിൽസ്, അതിൻ്റെ മൈക്രോ എമോഷൻസ്, അതിനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ജെനുവിൻ സ്മൈലും അല്ലാത്ത സ്മൈലും നമുക്ക് ഡീപ്പായിട്ടുള്ളൊരു ഒബ്സർവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ സ്മൈൽ എന്ന് പറയുമ്പം അതിങ്ങനെ മുഖം പിടിച്ചതായിട്ടുള്ള ഒരു അവസ്ഥയാണ്, ഉള്ളിൽ നിന്ന് വരുന്നതല്ല. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ചിരി എന്ന് പറയുന്നത് മനുഷ്യൻ ചിരിച്ചു കഴിയുമ്പോൾ അത് മെല്ലെ മാഞ്ഞു പോകും. പക്ഷേ ഈ ഫേക്കായിട്ടുള്ള ആളുകൾ ഒറ്റ ചിരി ചിരിച്ചു സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്തു. നിങ്ങൾ ഫേസ് ടു ഫേസ് നോക്കി സംസാരിക്കുന്ന സമയത്ത് അവർ വളരെ ചിരിച്ച് സൗമ്യമായിട്ട് സംസാരിച്ചു, പക്ഷേ നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞ സമയത്ത് അവരുടെ മുഖം മറ്റൊരു ഭാവത്തിലേക്ക് മാറി. അപ്പോൾ വീണ്ടും ഒന്ന് പുറകോട്ട് തിരിഞ്ഞിട്ട് ഇവരുടെ മുഖത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പേടിച്ചു പോകുന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കലിയുടെ ആധിപത്യമുള്ളതായിട്ടുള്ള ഈ ലോകത്തിൽ നമ്മുടെ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് ഈ മധുര വാക്കുകൾ, ഈ മധുരമുള്ളതായിട്ടുള്ള ചിരിക്കപ്പുറത്തേക്ക് ആളുകളുടെ എനർജി അല്ലെങ്കിൽ വൈബിനെ മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുകയാണ് നമ്മുടെ ഈ അന്തർജ്ഞാനം അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. സോ വൺസ് യു ടാപ്ഡ് ഇൻ ടു യുവർ ഇൻഡ്യൂഷൻ, നമുക്ക് ഒന്നാമതായിട്ട് നമുക്ക് കിട്ടുന്നതായിട്ടുള്ളൊരു കഴിവാണിത്. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ ആളുകളുടെ എനർജി, ആ വൈബിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ മുഖം നോക്കാതെ മനസ്സ് വായിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. മറ്റുള്ള ആൾക്കാർക്കൊക്കെ ഈ ഫേക്കായിട്ടുള്ള സ്മൈലുള്ള, ഫേക്കായിട്ടുള്ള കാംനെസ് ഉള്ള ഈ വ്യക്തിനെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ബട്ട് നിങ്ങൾക്ക് അയാളുമായിട്ട് അടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ബിക്കോസ് നിങ്ങളുടെ ഓറയെ നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. സബ് കോൺഷ്യസ് ലെവലിലാണെങ്കിൽ പോലും ചിലർ കോൺഷ്യസ്ലി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ ഓറകൾ തമ്മിലൊരു റിപ്പൽഷൻ ഉണ്ടാകുകയാണ്. പല റീസൺസ്, വേറെ ചില റീസൺസും ഉണ്ട് ഇങ്ങനെ ഓറകൾ തമ്മിൽ വികർഷണം ഉണ്ടാകാനായിട്ട്. പക്ഷേ സംടൈംസ്, മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്കിങ്ങനെ ആൾക്കാരുമായിട്ട് ഇങ്ങനെ അടുക്കാൻ സാധിക്കുന്നില്ല. മനസ്സുകൊണ്ട് അവരുമായിട്ട് ഓപ്പൺ ആകാൻ സാധിക്കുന്നില്ല, അവരുടെ അടുത്ത് ഫ്രീ ആകാൻ സാധിക്കുന്നില്ല. വെൻ നമ്മൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് വി ഫീൽ ദാറ്റ് അവർ എനർജി ഡ്രെയിനായി പോകുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്കുണ്ടാകുന്നത്. എൻ്റെ ഊർജ്ജം ചോർന്നു പോവുകയാണ്, എനിക്ക് വളരെ ക്ഷീണം തോന്നുകയാണ്, എൻ്റെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആകുകയാണ്. പിന്നെ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യണം, അല്ലെങ്കിൽ റൂമിൽ പോയിട്ട് ഒരുപാട് നേരം ഇരിക്കണം, അല്ലെങ്കിൽ കാട്ടിൽ പോയിരിക്കണം, എന്നാലേ എനിക്ക് സമാധാനം കിട്ടുന്നുള്ളൂ ഈ മനുഷ്യനുണ്ടാക്കിയതായിട്ടുള്ള എനർജറ്റിക് ഇമ്പാക്റ്റിൽ നിന്ന്. നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് ഈ സെൻസറി ഓർഗൻ, ആ ബുദ്ധിയെ പ്രവർത്തിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇപ്പം നമുക്ക് കണ്ണ് കാണില്ല, ടേസ്റ്റ് അറിയില്ല, ചെവി കേൾക്കില്ല, സെൻസസ് ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളായിരിക്കുന്നതെങ്കിൽ നമ്മളെ ബുദ്ധി അതിനനുസരിച്ചിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഈ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള ശരീരത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു തലമായതുകൊണ്ട് തന്നെ ഇതിന് എനർജറ്റിക് ആയിട്ടുള്ള ലെവലിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ചില ആളുകൾ എന്നതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ ആളുകളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യമാണ്. ചില സ്ഥലങ്ങളിൽ പോകുന്ന സമയത്തും നമുക്കിങ്ങനെ എനർജി ഡ്രെയിൻ ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് അവിടുന്ന് ഓടിപ്പോകാനായിട്ട് തോന്നും, ഇവിടെ എനിക്ക് കഴിയാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എന്ന് തോന്നും. ആ സ്ഥലത്ത് ജോലി ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അവിടുന്ന് മാറിപ്പോകണം എന്നുള്ള ശക്തമായിട്ടുള്ള ഫീലിംഗ് നമുക്കുണ്ടാവും. യഥാർത്ഥത്തിൽ നമ്മൾ എപ്പോഴും ദൈവത്തിനോടും പ്രപഞ്ചത്തിനോടും പറയാറുണ്ട്, എന്നെ ഏറ്റവും ബെറ്ററായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കണമേ എന്നുള്ളത്.
ഇപ്പോൾ യേശുക്രിസ്തു പ്രാർത്ഥിച്ച ഒരു സംഭവം നമുക്കറിയാം. അതായത് എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം എന്നിലൂടെ പ്രവർത്തിക്കട്ടെ. അതിന് വേറൊരു ഡീപ്പർ അർത്ഥവും കൂടെയുണ്ട്. അതായത് ഈ മനുഷ്യൻ വിഭാവനം ചെയ്യുന്നതായിട്ടുള്ള പദ്ധതികളെക്കാളും ഒരുപാട് മഹത്തരവും ക്ഷേമത്തിനുള്ളതുമായിട്ടുള്ള പദ്ധതിയാണ് ക്രിയേറ്റർ വിഭാവനം ചെയ്യുന്നത് എന്നുള്ളൊരു സംഗതി. അപ്പോൾ ഈ സൃഷ്ടാവ് വിഭാവനം ചെയ്യുന്നതായിട്ടുള്ള ആ സംഗതി എൻ്റെ പ്ലാനിനേക്കാൾ വലുതായതുകൊണ്ട് അതെന്നിൽ കൂടെ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ പ്ലാനിൽ കൂടെ ഞാൻ എത്തുന്നതിനേക്കാൾ വലുതായിട്ടും മഹത്തരമായിട്ടുള്ളതായിട്ടുള്ള അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേരുകയാണ്. അത് ഈ പറഞ്ഞ ജീസസ് ക്രൈസ്റ്റിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനിവിടെ മതം പഠിപ്പിക്കുന്നതല്ല, ഓരോ മതത്തിൽ നിന്നും നമ്മൾ നല്ല കാര്യങ്ങൾ എടുത്ത് സംസാരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇൻഡ്യൂഷൻ അറിയാം ഞാൻ എവിടെ നിൽക്കണം, ഏത് പ്ലേസാണ് എന്നെ അട്രാക്റ്റ് ചെയ്യുന്നത്, ഏത് സ്ഥലമാണ് എന്നെ റിപ്പൽ ചെയ്യുന്നത് അല്ലെങ്കിൽ വികർഷിക്കുന്നത്. ആ കാര്യം നമ്മളെ എനർജറ്റിക് ലെവലിൽ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഇൻഡ്യൂഷൻ നമ്മളെ സഹായിക്കുന്നു. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ബുദ്ധിയും കൂടി ഉപയോഗിച്ച് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വളർന്നു ഒരു സ്ഥലത്ത് ജോലിക്ക് കയറി അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ആയി എല്ലാ കാലത്തും അവിടെ നമ്മൾ തുടർന്നു പോകും. നമ്മൾ ആർക്കെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടോ ഇന്ന സ്ഥലത്ത് മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ജോലി മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, ഇന്ന സ്ഥലത്ത് മാത്രമേ ജോലി ചെയ്യുള്ളൂ? ഇതിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ബീയിങ് ആണ്. ഇന്ന് യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, യൂണിവേഴ്സൽ പൗരൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ പറയുകയാണ്, ഈ യൂണിവേഴ്സൽ പൗരൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഭൂമിയിൽ എവിടെയും എന്നുള്ള അർത്ഥത്തിലാണ് സാധാരണ പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നു ഈ പ്രപഞ്ചം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വിശാലമായിട്ടുള്ള ബീയിങ് ആണ്. നമ്മൾ ജന്മാന്തരങ്ങളായിട്ട് നമ്മുടെ ആത്മാവ് പ്രപഞ്ചത്തിൻ്റെ പല മേഖലകളിൽ കൂടെ പല തലങ്ങളിലൂടെ കടന്നു വന്നതാണ്. അപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളൊരു നമ്മളിപ്പോൾ സാധാരണ ഒരു മനുഷ്യ ശരീരം സ്വീകരിച്ചതായിട്ടുള്ള ഒരു അൺലിമിറ്റഡ് സ്പിരിച്വൽ ബീയിങ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. പലപ്പോഴും പലരും ഇത് മറന്നു പോകുന്നു. അതായത് ഈ ഇൻഡ്യൂഷനെ ഒട്ടും ശ്രവിക്കാനായിട്ട് സാധിക്കുന്നില്ല, പുറത്തു നിന്നുള്ളതായിട്ടുള്ള ശബ്ദങ്ങൾ മാത്രമാണ് ഉള്ളിൽ നിറയുന്നത്. അതുകൊണ്ടാണ് ഇൻഡ്യൂഷൻ ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ടു പോകുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ഈ കൂട്ടിൻ്റെ ഉള്ളിൽ അടയ്ക്കപ്പെട്ടു പോകുന്നത്. അന്തർജ്ഞാനത്തിനെ നമ്മൾ ശ്രവിച്ചു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേക്ക് ബിഹേവിയർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. വ്യാജമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ ഫേക്ക് സ്മൈല്, അതുപോലെ തന്നെ ഫേക്ക് കൈൻഡ്നെസ്. ചില ആൾക്കാർ ഭയങ്കര ചിരിയും ഭയങ്കര സോപ്പിട്ടുള്ള വർത്താനവും ഭയങ്കര ദയവും അലിവും ഒക്കെ ഇങ്ങനെ കാണിക്കും. പക്ഷേ ചില സാഹചര്യങ്ങൾ വരുമ്പോഴാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള പൈശാചികമായിട്ടുള്ള മുഖം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സാധാരണ മനുഷ്യരൊക്കെ എന്ത് ചെയ്യും, ഇത്രയും നല്ലതാണെന്ന് വിചാരിച്ച വ്യക്തിയുടെ അടുത്തുനിന്ന് പണി കിട്ടിക്കഴിയുമ്പോൾ മാത്രം മനസ്സിലാക്കുകയുള്ളൂ. പക്ഷേ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജീവിതത്തിൽ പല വ്യക്തികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഈ അവരുടെ ഫേക്ക് സ്മൈൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോഴേ എനിക്ക് തോന്നും ഒരു ബാഡ് ഫീലിംഗ്. അവരെന്താ ഇനി ചെയ്യാൻ പോകുന്നതെന്നൊന്നും നമുക്ക് മനസ്സിലാക്കണമെന്നില്ല, ബട്ട് സംതിങ് എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പെരുമാറ്റം ഈ രീതിയിൽ അവരുടെ യഥാർത്ഥത്തിലുള്ള മുഖം പുറത്തു വരുന്ന സമയത്ത് എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻറ്റ്യൂഷൻ ആൾക്കാരിലുള്ള ഇൻകൺസിസ്റ്റൻസിനെ നോട്ട് ചെയ്യാനായിട്ട് അതിവിദഗ്ധമായിട്ടുള്ള ഒരു പവറാണ്. അത് നമുക്ക് പാറ്റേൺ റീഡിങ്ങിൽ കൂടെയും, അതായത് ഈ വ്യക്തി ഇങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതിലെവിടെയാണൊരു ഫ്ലോപ്പ് ഉള്ളത് എന്നുള്ളത് നമ്മളെ ബ്രെയിൻ അനലൈസ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് ഈ ഇൻറ്റ്യൂഷൻ നമുക്കത് പിടിച്ചെടുത്തിട്ട് പറഞ്ഞു തരും എന്നുള്ളതാണ്. യുക്തിപരമായിട്ട് നമ്മൾ ആൾക്കാരുടെ ഓരോ പ്രവർത്തികളും വിലയിരുത്താൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അത് ഒരിക്കലും തീരില്ല. നമ്മൾ ഈ നോളജ് ഉണ്ടാക്കുന്ന പോലെയാണ്, ഒരിക്കലും തീരാത്ത അവസ്ഥയാണ്. പക്ഷേ ഇൻഡ്യൂഷൻ്റെ ബേസിൽ പോകുമ്പം ഈ ഇൻഡ്യൂഷനാണ് യഥാർത്ഥത്തിലുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് യഥാർത്ഥത്തിലുള്ള വഴി എന്ന് ഞാൻ പറയുകയാണ്. നമ്മൾ ഈ ഭൗതിക ജീവിതത്തിൽ ഭൗതിക ലോകം അല്ലെങ്കിൽ സൊസൈറ്റി അല്ലെങ്കിൽ മതങ്ങൾ പഠിപ്പിച്ചതിനനുസരിച്ചിട്ട് യഥാർത്ഥ വഴിയിൽ നിന്ന് മാറി നമ്മൾ കാട് കയറിയ വഴി കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് ജീവിതത്തിൻ്റെ മനോഹാരിത മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല, നമ്മുടെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല, വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഭയത്താൽ കണ്ടീഷനിങ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പല കാര്യങ്ങളും സംഭവിക്കുന്നതിന് മുൻപ് ഇൻഡ്യൂഷന് സെൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്കൊരു പ്രവചന വരം പോലുള്ള ഒരു സിദ്ധി നമുക്ക് ലഭിക്കുകയാണ്. പലപ്പോഴും ആളുകൾ അതിൻ്റെ എവിഡൻസ് പ്രൂഫ് കണ്ടതിന് ശേഷമാണ് ഇത് സംഭവിച്ചു, ഇങ്ങനെ സംഭവിക്കുന്നത് മുന്നിൽ കണ്ടു കഴിയുമ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ളത് വിചാരിക്കുന്നത്. പക്ഷേ ഇൻഡ്യൂഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല വ്യക്തികൾ നമ്മളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നതും ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. പല വ്യക്തികൾ നമ്മളോട് പറയും ഇതിൻ്റെ പിന്നിൽ വേറെ ഏതോ ഒരു വ്യക്തിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ഈ വ്യക്തികൾക്ക് ഇങ്ങനെ ഒരു അജണ്ടയുണ്ട്, ഇന്ന വ്യക്തി ഇന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്ക് അന്നേരം ചിലപ്പോൾ വിശ്വാസം ഉണ്ടാവില്ല. നമ്മുടെ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യാത്ത വഴികളിൽ കൂടുതൽ ജീവിതാനുഭവങ്ങളുള്ള ആളുകളുടെ ഇൻഡ്യൂഷൻ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്കും ജീവിതത്തിൽ ഇങ്ങനെ ഈ പറയുന്ന അനുഭവങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ പഠിക്കുന്നതിനപ്പുറത്തേക്ക് നമുക്ക് കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടായി നമ്മൾ വളരുന്ന സമയത്ത് നമ്മൾ ഇൻഡ്യൂഷനെ കേൾക്കാനും നമ്മുടെ എബിലിറ്റി വർദ്ധിക്കുകയാണ്.
അതുകൊണ്ടാണ് നമുക്ക് പ്രായം ചെല്ലുന്തോറും ഈ അന്തർജ്ഞാനം കൂടുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവ് അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ, ഞാൻ അറിയുന്ന ചില മുതിർന്ന ആളുകൾ, എനിക്ക് ഈ പ്രായം ചെന്ന ആളുകളോട് സംസാരിക്കാൻ വളരെ താല്പര്യമാണ്. ചെറുപ്പക്കാരോട് സംസാരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം പ്രായം ചെന്നവരോടാണ്. ഭയങ്കര ഇൻസൈറ്റ് ആയിരിക്കും അവരുടെ ഉള്ളിൽ നിന്ന് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ബിക്കോസ് ദെയർ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഷാർപ്പനാണ്. ഈ നമ്മൾ ജനിച്ച് ചെറിയ കുട്ടിയായിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ യുവാവായിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണല്ലോ ഏറ്റവും നല്ല പ്രായം, ഈ പ്രായത്തിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ സന്തോഷത്തിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ പറയുകയാണ്, നമ്മുടെ ഈ ശരീരം ചിലപ്പം 50 വർഷമോ 60 വർഷമോ അല്ലെങ്കിൽ 100 വർഷമോ ഒക്കെ ആകുമ്പോഴത്തേനും ഇങ്ങനെ ഒരു ഡിറ്റീരിയോറേഷൻ അല്ലെങ്കിൽ അത് പതുക്കെ പതുക്കെ നശിച്ചു പോകുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് പല രീതിയിൽ ചുളിവുകൾ വരും, നമ്മുടെ എല്ലുകളുടെ ബലം കുറയും, നമ്മളുടെ പല്ല് കൊഴിയും, നമ്മുടെ കാഴ്ച കുറയും, നമ്മുടെ ചെവിയുടെ കളവ് കുറയും. പക്ഷേ ഈ ശരീരം ആ പാമ്പ് പട ഒഴിച്ചു പോകുന്ന പോലെ ഒഴിച്ചു പോകാനുള്ള സമയമാകുമ്പോഴത്തേനും ആത്മാവ് ഭയങ്കരമായിട്ട് ഷാർപ്പായിട്ട് വരികയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പ്രായം ചെന്ന ആളുകൾ ചിലപ്പോൾ അവർക്ക് കാഴ്ച കുറവായിരിക്കും, പക്ഷെ നമ്മുടെ മുഖത്തേക്ക് അവർ നോക്കുമ്പോൾ ആ നോട്ടം നമ്മുടെ ഹൃദയത്തിലേക്കാണ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരുന്നത്. സോ ഞാൻ പറയുകയാണ്, ഇത് ശരിയല്ല, ഇങ്ങനെ പോകരുത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നുള്ളതായിട്ടുള്ള ഇന്നർ സിഗ്നലിങ്ങും ആ ഉള്ളിൽ നിന്നുള്ള തള്ളലും. ചിലപ്പോൾ നമ്മൾ മടി പിടിച്ചിരിക്കും ചിലത് ചെയ്യാൻ പറ്റാതെ, പക്ഷെ ആ സമയത്തൊക്കെ തള്ളി വിട്ടുകൊണ്ട് നമ്മളെ ചെയ്യിപ്പിക്കുന്നത് ഈ ഇൻറ്റ്യൂഷനാണ് എന്നുള്ളതാണ്. സോ നമ്മുടെ എപ്പോഴുള്ള സുഹൃത്തായിട്ട് ഈ ഇൻറ്റ്യൂഷൻ മുമ്പ് തൊട്ടേ നമ്മുടെ കൂടെയുണ്ട്. ഈ വീഡിയോ കേൾക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ബിറ്റ്വീൻ ദ ലൈൻസ് റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഭയങ്കര നോയ്സ് ഉള്ള സിറ്റുവേഷനിൽ നമ്മൾ വിചാരിക്കും, ഇപ്പോൾ ഒരു കലഹം ഉണ്ടായി അല്ലെങ്കിൽ ഒരു തർക്കം ഉണ്ടായി, ഞാൻ ഇന്നത് പറഞ്ഞില്ലല്ലോ, ഇന്ന രീതിയിലുള്ള മറുപടി എനിക്ക് കൊടുക്കാൻ സാധിച്ചില്ലല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും, ഈ നോയ്സ് ഒക്കെ പോയി സൈലൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ പറയും, അയാൾ അങ്ങനെ പറഞ്ഞതിന് ഇന്ന രീതിയിലുള്ള മറുപടിയായിരുന്നു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ന സാഹചര്യത്തിൽ ഇതായിരുന്നു ബെറ്റർ സൊല്യൂഷൻ. നമ്മുടെ ഇൻറ്റ്യൂഷൻ കുറച്ച് ഡിലേഡ് ആയിട്ട് നമ്മളോട് സംസാരിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനാണ് അവിടെ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ബ്രെയിനിന് ലോജിക്കലായിട്ട് അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഓരോ ആൾക്കാർക്കും ഡിഫറൻ്റ് ആണ്. ബട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഇൻറ്റ്യൂഷൻ പറയുകയാണ് എന്ന് കരുതി ആ സമയത്ത് അവരോട് പോയി പറയാനല്ല ഞാൻ പറയുന്നത്. ഇൻറ്റ്യൂഷൻ ലേറ്റായിട്ട് നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ലെസൺ എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനിയുള്ള ഇങ്ങനെയുള്ളൊരു സാഹചര്യം, സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുമ്പം അവിടെ ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത്. ഇൻറ്റ്യൂഷൻ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്താണ് വീണ്ടും വീണ്ടും സംഭവിക്കുന്നത്, ഈ പാറ്റേണിന്റെ അടിസ്ഥാനത്തിലാണ് സത്യം വെളിവായിട്ട് വരുന്നത്. അതുപോലെ തന്നെ എനർജി മിസ്മാച്ച് വളരെ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഇൻറ്റ്യൂഷൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ പല ആളുകളായിട്ട് ക്ലോസ് ആയിട്ട് അടുക്കാനായിട്ട് സാധിക്കാത്തത്. സോ നമ്മുടെ ഇൻറ്റ്യൂഷനെ നമ്മൾ കൂടുതലായിട്ട് ശ്രവിക്കണമെങ്കിൽ നമ്മൾ പ്രകൃതിയായിട്ട് അടുക്കണം, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള കോസ്മിക് എനർജി എന്ന് പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെ റിയലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ ചക്ര സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. വൺസ് ഈ എനർജിയെ സെൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗുരുവിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം കലിയുഗത്തിൽ എല്ലാവരും ഉള്ളിലേക്ക് തിരിഞ്ഞുകൊണ്ട് സ്വയം എൻലൈറ്റഡ് ആകുന്ന സമയത്താണ് ഒരു എൻലൈറ്റഡ് ഒരു ജനറേഷൻ ഉണ്ടാകുന്നത്. എല്ലാ ഗുരുക്കന്മാരും യഥാർത്ഥത്തിലുള്ള ഗുരുക്കന്മാരായിരിക്കണം എന്നില്ല. കാരണം കലിയുഗത്തിൽ ഒരുപാട് വ്യാജ പ്രവാചകന്മാരുണ്ടാകും എന്നുള്ളതാണ്, നമ്മളെ ഇല്യൂഷൻ്റെ വഴിയിലേക്ക് തെറ്റിച്ച് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അത് നമ്മൾ റിയലൈസ് ചെയ്യണം. കലിയുഗത്തിൽ നിങ്ങൾക്ക് സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തുടരുവാൻ വേണ്ടി തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. നമസ്തേ.